അപ്പോൾ ഇന്ന് 9 ആണ് കേട്ടോ നമ്മുടെ ഏഞ്ചൽ നമ്പർ. ലാസ്റ്റാണ് 0 തുടങ്ങി ഇപ്പോൾ 9 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വായിക്കാം. ഒന്നുകൂടി ഞാൻ പറയണ ഈ നമ്പർ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ നിങ്ങൾ യാദൃശ്ചികമായി എവിടെയെങ്കിലും കാണും. ഒന്നില്ലെങ്കിൽ ഫോൺ നമ്പറാ, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റാ, അല്ലെങ്കിൽ നമ്മുടെ ടൈമിലാ, എങ്ങനെയെങ്കിലും നമ്മൾ ഈ നമ്പറുകൾ കാണും. അപ്പോൾ അത് യാദൃശ്ചികമായി നമ്മളിലേക്ക് എത്തും ആ നമ്പർ. അപ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന, പ്രപഞ്ചം തരുന്ന ഒരു സന്ദേശമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനിപ്പോൾ വായിക്കാം കേട്ടോ. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള സമയം വന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അത് ചെറിയൊരു സന്ദേശം മാത്രമാണ്. അതായത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് പറയുന്നത്. എന്നിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള സമയവും വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അത്രയേ ഉള്ളേ. അപ്പോൾ ഇന്ന് 9 ആണ് കേട്ടോ നമ്മുടെ ഏഞ്ചൽ നമ്പർ. ലാസ്റ്റാണ് 0 തുടങ്ങി ഇപ്പോൾ 9 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വായിക്കാം. ഒന്നുകൂടി ഞാൻ പറയണ ഈ നമ്പർ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ നിങ്ങൾ യാദൃശ്ചികമായി എവിടെയെങ്കിലും കാണും. ഒന്നില്ലെങ്കിൽ ഫോൺ നമ്പറാ, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റാ, അല്ലെങ്കിൽ നമ്മുടെ ടൈമിലാ, എങ്ങനെയെങ്കിലും നമ്മൾ ഈ നമ്പറുകൾ കാണും. അപ്പോൾ അത് യാദൃശ്ചികമായി നമ്മളിലേക്ക് എത്തും ആ നമ്പർ. അപ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന, പ്രപഞ്ചം തരുന്ന ഒരു സന്ദേശമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനിപ്പോൾ വായിക്കാം കേട്ടോ. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള സമയം വന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അത് ചെറിയൊരു സന്ദേശം മാത്രമാണ്. അതായത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് പറയുന്നത്. എന്നിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള സമയവും വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അത്രയേ ഉള്ളേ.